നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. 176 രൂപയുടെ ബില്ലിനായി പാസാക്കിയത് 10,176 രൂപയുടെ ചെക്ക്. ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി തട്ടിയെടുത്തത് ലക്ഷങ്ങൾ. ചെറിയ ബില്ലിന്റെ സ്ഥാനത്ത് 10,000 കൂടുതലായി എഴുതി ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26. 2023 ജൂലൈ മുതൽ 2024 ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടത്തിയിരിക്കുന്നത്. വിവിധ മാസങ്ങളിലായി 7 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ. പ്രധാനമായും വൈദ്യുതി ബില്ലുകളിലാണ് കൂടുതൽ തുക മാറിയിട്ടുള്ളത്. 200-ഉം 300-ഉം മാത്രമുള്ള ബില്ലുകൾക്കായി 10,000-ലും 20,000-ലും അധികം തുകയുടെ ചെക്ക് മാറിയെടുത്തു. 202 രൂപ 12,202 രൂപയായും 2,200 രൂപ 22,000 രൂപയായുമായാണ് ചെക്ക് മാറിയിരിക്കുന്നത്. 2023 ജൂലൈ മുതൽ പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് സൂചന. യഥാർത്ഥ ബിൽ തുകയുടെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിയ ശേഷം തിരിമറി നടത്തുകയായിരുന്നു. ടിആറുടെ കാലയളവിൽ നൽകിയ കുറേ ചെക്കുകൾ, അത് നമ്മൾ പരിശോധനയിൽ പഞ്ചായത്തിൽ നിന്ന് ഒപ്പിട്ട് നൽകിയ തുകയും ബില്ല് പ്രകാരമുള്ള തുകയും ബാങ്കിൽ നിന്ന് മാറിയ തുകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് മാറി പുതിയ അക്കൗണ്ടന്റ് വന്നപ്പോൾ ഇയാളുടെ കാലയളവിലുള്ള ബില്ലുകൾ അക്കൗണ്ട്സ് അത് കൃത്യമാക്കാതെ അവിടെ നിന്ന് പോയത്. നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ട് വരാതിരുന്ന് നമ്മുടെ പുതിയ അക്കൗണ്ടന്റ് വന്ന് അക്കൗണ്ടന്റിനോട് ഇതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ട് ഇയാൾ ഒരു പുതിയ അക്കൗണ്ടന്റ് ഒരു ചെക്കിൽ എഴുതിയ തുകയും ബാങ്കിൽ മാറിയ തുകയും ഒരു വ്യത്യാസം കണ്ടു. അത് കണക്കിൽ 650 രൂപയാണ്, ബാങ്കിൽ നിന്ന് മാറിക്കുന്ന 5,650 രൂപയാണ്. അപ്പോൾ അത് ഇദ്ദേഹം തന്നെ കാണിച്ചു, അക്കൗണ്ടന്റിനെ കാണിച്ചു. അക്കൗണ്ടന്റ് തന്നെ ഈ പഴയ അക്കൗണ്ടിനെ വിളിച്ചു. അയാൾ അക്കൗണ്ട് പറഞ്ഞത് അതൊരു വൗച്ചർ ഇട്ടാൽ പോരെ, അത് സാരമില്ല എന്ന രീതിയിലൊരു മറുപടി പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ അക്കൗണ്ടിനോട് മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ കൂടി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പറഞ്ഞു അപ്പോൾ ഈ കണക്കുകൾ ഇപ്പോൾ പരിശോധിക്കണം. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ ഈ പഞ്ചായത്തിൽ രേഖാപ്രകാരമുള്ള ബിൽ രജിസ്റ്റർ പ്രകാരമുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ILM സിസ്റ്റം എന്ന് പറയും സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ പ്രകാരമുള്ള തുകയും ബാങ്കിൽ മാറിയ തുകയും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ബാങ്കിൽ ചെക്കിൽ സ്പേസ് ഇട്ട് എഴുതി, അക്കത്തിൽ അക്ഷരത്തിൽ എഴുതി, ഇത് ബാങ്കിൽ നിന്ന് അതിനിടയ്ക്ക് തുക തിരികെ കയറ്റി മാറി. അപ്പോൾ മിക്ക ഇത് കറണ്ട് ബില്ലാണ് ചെയ്തിരിക്കുന്നത്, വൈദ്യുതി ബില്ലിലാണ് ചെയ്തിരിക്കുന്നത്. 2023 ജൂലൈ മുതലുള്ള വരവ് ചെലവ് കണക്കുകൾ അക്കൗണ്ടന്റ് കമ്മിറ്റിയിൽ വെച്ചിരുന്നില്ല. മുൻപ് സാമ്പത്തിക ക്രമക്കേടുകളടക്കം വിവിധ ആരോപണങ്ങൾ ഉയർന്ന ഇയാളെ മാറ്റണമെന്ന് മുൻപ് തന്നെ പഞ്ചായത്ത് ആവശ്യമുന്നയിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾ സ്ഥലം മാറിയതോടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടും പഞ്ചായത്ത് അംഗങ്ങൾക്ക് മറ്റ് ജീവനക്കാർക്കോ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഭരണസമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. 2024 കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ക്രമക്കേടാണ്, ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രമക്കേടാണ് കണ്ടിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഈ കാലയളവിൽ തന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതായിരുന്നു. അതിന് ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും സമഗ്രമായ ഒരു അന്വേഷണം വേണം. അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ നമ്മുടെ കൈവശമുണ്ട്. അത് ഓരോ ചെക്കിലും തിരുത്തി എഴുതിയിട്ടുള്ളതും ആ ചെക്ക് ഏത് ഡേറ്റിലെയാണെന്നും ഏത് വർഷത്തെയാണെന്നും ഏത് മാസത്തെയാണെന്നും എന്തിനായിരുന്നു അത് ആ ചെക്ക് കൊടുത്തിരുന്നതും എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ രേഖകളുണ്ട്. അതായത് നമുക്ക് ഇപ്പം 10,000 രൂപ എന്നുള്ളത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സെക്രട്ടറി ഒപ്പിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഒരു 0 കൂടി ചേർക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് ഒരു അക്കം കൂടി ചേർക്കുന്നു. അത്തരത്തിലുള്ള കബളിപ്പിക്കലാണ്. തട്ടിപ്പിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility.
Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26.